ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മുഗളായി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ നിറച്ച് തൈരും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഇനി നമുക്കൊരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു 2 സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് കാഷ്യൂ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ആ ഒരു പാനിൽ തന്നെ ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. പിന്നെ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ആ ഒരു പച്ചമണക്കെ മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റില്ലേ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ മല്ലിയിലയും കസൂരി മേത്തിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുഗളായി ചിക്കൻ റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. താങ്ക്